പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗണിതശാസ്ത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. 8ാം ക്ലാസ്സിലെ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ മുന്നറിവ് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി വർഗ്ഗങ്ങളൊന്ന് കാണും. എന്താണ് വർഗ്ഗങ്ങൾ? നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കതൊന്ന് ആലോചിച്ച് നോക്കാം. വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയർസ്. നമുക്കൊന്നൊന്നായി നോക്കാം. 1ൻ്റെ പട്ടികയിലെ ഒന്നാമത്തെ വരി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ 2ൻ്റെ പട്ടികയിലെ രണ്ടാമത്തെ വരി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3ൻ്റെ പട്ടികയിലെ മൂന്നാമത്തെ വരി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില പ്രത്യേകതകൾ കാണും. അതുതന്നെയാണ് നമ്മളിവിടെ പറയുന്നത് 1ൻ്റെ വർഗ്ഗം സമം 1 ഗുണം 1, 2ൻ്റെ വർഗ്ഗം അല്ലെങ്കിൽ 2ൻ്റെ സ്ക്വയർ സമം 2 ഗുണം 2 സമം 4, 3ൻ്റെ വർഗ്ഗം സമം 3 ഗുണം 3 സമം 9. ഈ ഒരു ക്രമം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ ഒരു സംഖ്യയുടെ വർഗ്ഗം കാണാൻ ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക. ഈ ഒരു ആശയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആദ്യത്തെ 10 സംഖ്യകളുടെ വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിലൊന്ന് എഴുതാമോ? കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ തുടർ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. 10 വരെയുള്ള വർഗ്ഗങ്ങൾ എല്ലാവരും എഴുതിയല്ലോ. ശരി, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പറയാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 7 അധികം 3ൻ്റെ വർഗ്ഗം എത്രയാണ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 7 + 3 ദ ഹോൾ സ്ക്വയർ? അതുപോലെ രണ്ടാമത്തെ ചോദ്യം 7ൻ്റെ വർഗ്ഗം അധികം 3ൻ്റെ വർഗ്ഗം, 7 സ്ക്വയർ + 3 സ്ക്വയർ. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളൊന്ന് കണ്ടു നോക്കൂ. സംശയമുണ്ടെങ്കിൽ വർഗ്ഗം എഴുതി വെച്ചതിനകത്ത് നോക്കി ചെയ്യാവുന്നതാണ്. കിട്ടിയ ഉത്തരങ്ങൾ രണ്ടും തുല്യമാണോ എന്നും പരിശോധിക്കുക. എയിലും ബിയിലും കിട്ടിയ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തുല്യമാണോ എന്ന് പരിശോധിക്കുകയും കൂടി ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം 7 അധികം 3 ദ ഹോൾ സ്ക്വയർ. 7ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 10. 10ൻ്റെ വർഗ്ഗം അല്ലെങ്കിൽ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. രണ്ടാമത്തതോ 7ൻ്റെ വർഗ്ഗം അധികം 3ൻ്റെ വർഗ്ഗം. 7ൻ്റെ വർഗ്ഗം 49, 3ൻ്റെ വർഗ്ഗം 9. 49ഉം 9ഉം കൂടെ കൂട്ടിയാൽ 58. അപ്പോൾ എയിലും ബിയിലും ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. ഈ രണ്ട് ഉത്തരങ്ങൾ തുല്യമാണോ? ആദ്യത്തെ ഉത്തരം 100, രണ്ടാമത്തെ ഉത്തരം 58. ഈ ഉത്തരങ്ങൾ തുല്യമല്ല. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 6 + 5 ദ ഹോൾ സ്ക്വയർ? 6 അധികം 5ൻ്റെ വർഗ്ഗം എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം 6ൻ്റെ വർഗ്ഗം അധികം 5ൻ്റെ വർഗ്ഗം എത്രയാണ്? ഈ രണ്ട് ഉത്തരങ്ങളും കണ്ടുപിടിച്ച് അവ തുല്യമാണോ എന്ന് പരിശോധിക്കൂ. നോക്കിക്കേ, 6 അധികം 5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 6ഉം 5ഉം കൂടെ കൂട്ടിയാൽ 11, 11ൻ്റെ വർഗ്ഗം 121. 6ൻ്റെ വർഗ്ഗം അധികം 5ൻ്റെ വർഗ്ഗം ചെയ്താൽ 36 അധികം 25. അവിടെ ഉത്തരം 61. നമ്മൾ ഇവിടെയും കണ്ടു, വർഗ്ഗങ്ങളുടെ തുക കണ്ടു, തുകയുടെ വർഗ്ഗവും കണ്ടു. ഈ രണ്ട് ഉത്തരങ്ങൾ ഇവിടെയും തുല്യമല്ല എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ മറ്റു സംഖ്യകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ സംഖ്യകൾ എടുത്തതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തുടർന്ന് മറ്റു സംഖ്യകൾ ഉപയോഗിച്ച് ഇതൊന്ന് പരിശോധിക്കാം. എല്ലാവരും 1, 2 സംഖ്യകൾ കൂടെ എടുത്ത് ഇതൊന്ന് പരിശോധിക്കുമല്ലോ. യെസ്, പരിശോധിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ പരിശോധനയിൽ നിന്ന്, ഈ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? തുകയുടെ വർഗ്ഗവും വർഗ്ഗങ്ങളുടെ തുകയും തുല്യമല്ല എന്ന് മനസ്സിലായി. തുകയുടെ വർഗ്ഗവും വർഗ്ഗങ്ങളുടെ തുകയും തുല്യമല്ല. ഈ രണ്ട് ഉത്തരങ്ങളും വ്യത്യസ്തമാണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി സം. തുകയുടെ വർഗ്ഗവും വർഗ്ഗങ്ങളുടെ തുകയും തുല്യമല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടത്, ഒന്നാമത്തെ ഉദാഹരണം നമ്മളൊന്നുകൂടെ നോക്കുകയാണെങ്കിൽ 7ൻ്റെ വർഗ്ഗവും 3ൻ്റെ വർഗ്ഗവും കൂടെ കൂട്ടിയപ്പോൾ 49 അധികം 9, 58. 7ഉം 3ഉം കൂടെ കൂട്ടി അതിൻ്റെ വർഗ്ഗം കണ്ടുപിടിച്ചപ്പോൾ 10ൻ്റെ വർഗ്ഗം സമം 100.
ഈ രണ്ട് തുകകളും തുല്യമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. സ്ക്വയർ ഓഫ് ദി സം ഈസ് നോട്ട് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയർസ്. തുകയുടെ വർഗവും വർഗങ്ങളുടെ തുകയും തുല്യമല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 7ാം ക്ലാസ്സിലെ മറ്റൊരു ഉദാഹരണ ചോദ്യത്തിലേക്ക് വരാം. 51ൻ്റെ സ്ക്വയർ കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ അന്ന് നമ്മൾ ഈ കണക്ക് പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈ കണക്ക് പഠിച്ചതാണ്. 51ൻ്റെ സ്ക്വയർ സമം 50ൻ്റെ സ്ക്വയർ അധികം 50 അധികം 51 എന്ന് ഒരു കുട്ടി എഴുതി. അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു 2601, 2601. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചെയ്തിരിക്കുന്ന ഉത്തരം ശരിയാണോ? ഈ കുട്ടി ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇതിന് പിന്നിലുള്ള ക്രിയ എന്താണ്? ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിച്ച മാർഗം എന്താണ്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ക്രിയ അവരവരുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതി നോക്കി അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാവരും ശ്രമിച്ചോ? അപ്പോൾ അതിന് സഹായകമാവുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കണക്ക് ചെയ്യാൻ സഹായമാകുന്ന ഒരു വിദ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ഐഡൻറ്റിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫോർ എനി 4 പോസിറ്റീവ് നമ്പേഴ്സ് എക്സ്, വൈ, യു ആൻഡ് വി, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. സംശയമുള്ള കൂട്ടുകാർക്ക് ഈ വാക്യം കൂടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ സഹായത്തോടു കൂടി ഉത്തരം കണ്ടെത്താവുന്നതാണ്. നോക്കാം. 51ൻ്റെ വർഗം കാണാൻ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ 51ൻ്റെ വർഗം കാണാൻ 51നെ 51 കൊണ്ട് ഗുണിക്കണം. ഈ 51നെ നമ്മൾ 50 അധികം 1 എന്ന് എഴുതും. അപ്പോൾ 51ൻ്റെ വർഗം കാണാൻ 50 അധികം 1ൻ്റെ വർഗം കണ്ടാൽ മതിയാകും. അതിന് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ രീതി അനുസരിച്ച് ഇതിനെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാം. 50 അധികം 1 ഗുണം 50 അധികം 1. അപ്പോൾ ഇവിടെ ഏത് രൂപത്തിലായി? എക്സ് പ്ലസ് വൈ ഗുണം യു പ്ലസ് വി എന്ന രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിക്കേ. ഒന്നാമത്തെ സംഖ്യ കൊണ്ട് തുകയിലെ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് രണ്ടാമത്തെ സംഖ്യ തുകയിലെ രണ്ടാമത്തെ സംഖ്യ ഗുണിക്കുക. അപ്പോൾ 50 ഗുണം 50 അധികം 50 ഗുണം 1 അധികം 50 ഗുണം 1 അധികം 1 ഗുണം 1. ആ ക്രിയ ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യത്തെ സംഖ്യ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ സംഖ്യ ഗുണിക്കുന്നു 50 ഗുണം 50. ആദ്യത്തെ സംഖ്യയെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ സംഖ്യ ഗുണിക്കുന്നു 50 ഗുണം 1. ആദ്യത്തെ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ സംഖ്യയായ 1 കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ സംഖ്യയായ 50നെ ഗുണിക്കുന്നു 1 ഗുണം 50. തുടർന്ന് 1 ഗുണം 1. അപ്പോൾ ഈ സംഖ്യകളെ ഒന്ന് ക്രമപ്പെടുത്തി എഴുതിയാൽ 50 ഗുണം 50 50ൻ്റെ വർഗം, രണ്ടാമത്തെ പദം 50, മൂന്നാമത്തെ പദം 50, നാലാമത്തെ പദം 1. ഈ നാലാമത്തെ പദത്തിനെ മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ 50ൻ്റെ സ്ക്വയർ അധികം 50 അധികം 51 എന്ന് ലഭിക്കുന്നു. ഇങ്ങനെയാണ് 2601 എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു നിർത്തിയത്. 51ൻ്റെ വർഗം കാണാൻ ആ 50ൻ്റെ വർഗത്തിൻ്റെ കൂടെ 50ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 51ഉം കൂട്ടിയാൽ മതി. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ചോദ്യം ഒന്ന് ചെയ്തു നോക്കാമോ? a+1 ദ ഹോൾ സ്ക്വയർ, a+1 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാമോ? മുകളിൽ പറഞ്ഞിരുന്ന കണക്കിൻ്റെ രീതി അതുപോലെ ഉപയോഗിക്കാം. നന്നായി മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സൂത്രപ്പണികൾ ഉപയോഗിക്കാം. ചെയ്യാതെ പോലും ഉത്തരം കണ്ടെത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാമോ? എല്ലാവരും ഉത്തരം കണ്ടെത്തിയോ? a+1ൻ്റെ വർഗം എന്ന് പറയുന്നത് a+1 ഗുണം a+1. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഗുണന രീതി അനുസരിച്ച് ഇതിനെ a ഗുണം a അധികം a ഗുണം 1 അധികം 1 ഗുണം a അധികം 1 ഗുണം 1 എന്ന് എഴുതാവുന്നതാണ്. a ഗുണം a എന്താണ്? a സ്ക്വയർ. 1 ഗുണം a അല്ലെങ്കിൽ a ഗുണം 1 എത്രയാണ്? a. അടുത്ത പദവും a തന്നെയാണ്. അവസാന പദം 1. 1 ഗുണം 1 1. അപ്പോൾ ഈ പദങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തി എഴുതിയാൽ ആദ്യത്തെ പദം a സ്ക്വയർ, രണ്ടാമത്തെ പദം a, മൂന്നാമത്തെ പദം a ആണ്, നാലാമത്തെ പദം 1 ആണ്. അപ്പോൾ ഈ 3, 4 പദങ്ങൾ ചേർത്തെഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ a സ്ക്വയർ അധികം a അധികം a+1. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കണക്കിൻ്റെ അതേ രീതിയിൽ 51ൻ്റെ വർഗം കാണാൻ 50ൻ്റെ വർഗത്തോടു കൂടെ 50ഉം 51ഉം കൂട്ടിയാൽ മതി. അപ്പോൾ a+1ൻ്റെ വർഗം കാണാൻ എയുടെ വർഗത്തോടു കൂടി എയും
എയേക്കാൾ ഒന്ന് കൂടിയ സംഖ്യയായ a+1 കൂട്ടിയാൽ മതി. ഈ ഒരു ആശയം ഒന്നും മനസ്സിലാക്കി വെച്ച്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാലോ. 75ൻ്റെ സ്ക്വയർ, ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് 75. അപ്പോൾ 75ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിന് 74+1 എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. 74ൻ്റെ വർഗ്ഗം നമുക്ക് കാണാതെ അറിയണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഇവിടെ 74ൻ്റെ വർഗ്ഗം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നമ്മളതിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ 70 + 5 എഴുതും. അപ്പോൾ 75ന് പകരം 70 + 5 ദ ഹോൾ സ്ക്വയർ എഴുതും. അപ്പോൾ ഇനിയുള്ള ഗുണനം തൊട്ട് മുമ്പേ പറഞ്ഞ രീതി അനുസരിച്ച് ചെയ്യാം. x+y ഗുണം u+v കൊണ്ട് ചെയ്യാം. 70 + 5 ഗുണം 70 + 5. ഒന്ന് ഗുണിച്ച് നോക്കിക്കേ. 4 പദങ്ങളുണ്ടാകും. ഏതൊക്കെയാണ് ആ 4 പദങ്ങൾ? ഒന്നാമത്തെ പദം ഏതാണ്? 70 ഗുണം 70. രണ്ടാമത്തെ പദമോ 70 ഗുണം 5. മൂന്നാമത്തെ പദം 5 ഗുണം 70. നാലാമത്തെ പദമോ 5 ഗുണം 5. അപ്പോൾ ആദ്യത്തെ പദങ്ങൾ ചെയ്തു വരുമ്പോൾ 70 ഗുണം 70 എന്ന് വരും, 70ൻ്റെ സ്ക്വയർ. രണ്ടാമത്തെ പദം ഗുണിക്കുമ്പോഴോ 70 ഗുണം 5 350. മൂന്നാമത്തെ പദം ഗുണിക്കുമ്പോഴും 5 ഗുണം 70 350. അവസാനത്തെ പദം ഗുണിക്കുമ്പോൾ 5 ഗുണം 5 5ൻ്റെ സ്ക്വയർ അഥവാ 25. അങ്ങനെ ഈ പദങ്ങളെല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 5625. 5625. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ചോദ്യം. 103ൻ്റെ വർഗ്ഗം കാണുക. ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് 103. അപ്പോൾ 103യെ നമുക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലും ആ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ട് സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ നമുക്ക് അറിയാവുന്നതായിരിക്കണം. അപ്പം 103നെ ഏറ്റവും നന്നായി സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് 100 + 3 എന്നാണ്. അപ്പോൾ 103നെ നമ്മൾ 100 + 3ൻ്റെ വർഗ്ഗം എന്ന് എഴുതുന്നു. ഒരു സംഖ്യയുടെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 103നെ 100 + 3 ഗുണം 100 + 3 എന്ന് എഴുതുന്നു. മുമ്പ് പറഞ്ഞതുപോലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. x+y ഗുണം u+v എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ച് ഗുണിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ ഗുണനഫലം 100 ഗുണം 100. അടുത്തത് 100 ഗുണം 3. മൂന്നാമത്തെ പദം 3 ഗുണം 100. നാലാമത്തെ പദം 3 ഗുണം 3. ആ ക്രിയകളൊന്ന് അവസാനിപ്പിച്ച് നോക്കാം. 100 ഗുണം 100 10,000. 100 ഗുണം 3 300. അടുത്ത് 3 ഗുണം 100 300 അധികം 3 ഗുണം 3 9. ഈ പദങ്ങളെല്ലാം കൂടെ കൂട്ടുന്നു. 10,609 എന്നുള്ള ഉത്തരത്തിലേക്ക് വരുന്നു. 10,609 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ ഈ ക്രിയകളിലൂടെ നമുക്ക് മനസ്സിലായ ഈ തത്വത്തെ നമുക്ക് എങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കാം? ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാവണമെങ്കിൽ നമുക്കിതിനെ എങ്ങനെയൊന്ന് മനസ്സിലാക്കാം? അതിൻ്റെ ജാമിതിയുമായി ഇതിനെ ചേർത്ത് വെച്ച് നമുക്കിതിനെ ഒന്ന് വിശദമായി കണ്ടാലോ? എക്സ് വശമുള്ള ഒരു സമയതരം സങ്കല്പിക്കുക. അതിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താമല്ലോ. സമയത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ നമുക്കറിയാം. നീളം ഗുണം വീതി, അല്ലെങ്കിൽ നീളം വശം ഗുണം വശം. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തിൻ്റെ വശം y വീതം വർദ്ധിപ്പിച്ചാൽ അങ്ങനെ കിട്ടുന്ന പുതിയ സമയത്തിൻ്റെ പരപ്പളവ് നമുക്കൊന്ന് കണ്ടെത്താം. ചിത്രത്തിലേക്ക് നോക്കൂ. സമയത്തിൻ്റെ പാദവശം അല്ലെങ്കിൽ പാദമായിട്ടുള്ളൊരു വശം x+y, മറ്റു വശവും x+y തന്നെയാണ്. ഈ ചിത്രത്തിൻ്റെ പരപ്പളവ് കാണും. അപ്പോൾ നമുക്കിത് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാണാം. വശങ്ങൾ അറിയാവുന്നത് കൊണ്ട് നേരിട്ട് ഇതിൻ്റെ പരപ്പളവ് കാണാം. ചിത്രത്തിൽ ഇതിനെ നമ്മൾ 4ആയി പങ്കുവച്ചിരിക്കുന്നത് കൊണ്ട് ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ്, അല്ലെങ്കിൽ ഓരോ സമയത്തിൻ്റെയും പരപ്പളവ് കണ്ടുപിടിച്ച് കൂട്ടുകയും ആവും. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ചിത്രത്തിൽ കാണുന്ന സമചതുരത്തിൻ്റെ ഒരു വശം x. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് ഒന്ന് കണ്ടെത്താമല്ലോ. സമചതുരത്തിൻ്റെ പരപ്പളവ് വശം ഗുണം വശം. എക്സ് വശമായ സമചതുരത്തിൻ്റെ പരപ്പളവ് x ഗുണം x അഥവാ x². ഈ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമചതുരത്തിൻ്റെ വശം y യൂണിറ്റ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പുതിയ സമചതുരത്തിൻ്റെ ഒരു വശം എത്രയാണ്? x+y, അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും x+y. ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് ഒന്ന് കണ്ടെത്തിയാലോ? സമചതുരത്തിൻ്റെ പരപ്പളവ് സമം വശം ഗുണം വശം. വശം x+y ആണ്. അപ്പോൾ x+y ഗുണം x+y അഥവാ x+y ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ പരപ്പളവ് നമുക്ക് മറ്റൊരു രീതിയിലൊന്ന് കണ്ടെത്തിയാലോ? ചിത്രത്തിലേക്ക് നോക്കൂ. ഈ പറയുന്ന സമചതുരത്തെ 4 കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു. അതിലെ 2 ഭാഗങ്ങൾ സമചതുരങ്ങളും മറ്റു 2 ഭാഗങ്ങൾ ചതുരങ്ങളുമാണെന്ന്
കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്തെ ചിത്രം നോക്കുക, അല്ലെങ്കിൽ ചുവന്ന ചിത്രം നോക്കുക, ചുവന്ന ഭാഗം നോക്കുക. അത് ഒരു സമചതുരമാണ്. അതിൻ്റെ ഒരു വശം എക്സ് ആണ്. അതിൻ്റെ ഒരു വശം എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്താണ്? എക്സ് എ ഗുണം എക്സ് അഥവാ എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ ഒരു ചതുരമാണ്. പച്ചഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു വശം വൈയും മറ്റൊരു വശം എക്സുമാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് നീളം ഗുണം വീതി അഥവാ എക്സ് വൈ. മൂന്നാമത് നീലച്ചതുരത്തിൻ്റെ പരപ്പളവ്. നീലച്ചതുരത്തിൻ്റെ പരപ്പളവ് അതിൻ്റെ നീളം ഗുണം വീതിയാണ്. നീളം എക്സ്, വീതി വൈ. അപ്പോൾ അതിൻ്റെ പരപ്പളവോ അത് എക്സ് വൈ. നാലാമത് നിൽക്കുന്നത് ഒരു സമചതുരമാണ്. അതിൻ്റെ ഒരു വശം വൈ ആണ്. സമചതുരത്തിൻ്റെ പരപ്പളവ് വൈ ഗുണം വൈ അഥവാ വൈ സ്ക്വയർ. അപ്പോൾ ചിത്രത്തിലുള്ള 4 ചതുരങ്ങളുടെയും പരപ്പളവുകൾ നമ്മൾ കണ്ടെത്തി. എക്സ് സ്ക്വയർ, എക്സ് വൈ, എക്സ് വൈ, വൈ സ്ക്വയർ. ആദ്യം പറഞ്ഞ രീതി അനുസരിച്ച് സമചതുരത്തിൻ്റെ പരപ്പളവ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ രണ്ടാമത് കണ്ടെത്തിയ രീതിയിൽ 4 ചതുരങ്ങളുടെ പരപ്പളവിന് തുല്യമായിരിക്കണം. ഒന്ന് നോക്കാം. എക്സ് സ്ക്വയർ ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ്, സമചതുരത്തിൻ്റെ പരപ്പളവ്. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവായ എക്സ് വൈ. മൂന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവായ എക്സ് വൈ. നാലാമത്തെ സമചതുരത്തിൻ്റെ പരപ്പളവായ വൈ സ്ക്വയർ. ഇവയുടെ തുകയ്ക്ക് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അധികം 2xy അധികം വൈ സ്ക്വയർ ആണ്. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവെന്ന് പറയുന്നത്, ചിത്രത്തിൽ കാണിച്ച സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശം എക്സ് പ്ലസ് വൈ ആണെങ്കിൽ അതിൻ്റെ വർഗം എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് അതിൻ്റെ പരപ്പളവ്. അതിൻ്റെ വിപുലീകരണം പറഞ്ഞാൽ എക്സ് സ്ക്വയർ അധികം 2xy അധികം വൈ സ്ക്വയർ എന്ന് വരുന്നു. ഈ ഒരു അടിസ്ഥാന വാക്യത്തിലേക്കാണ് നമ്മുടെ പാഠഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കണ്ട കാര്യത്തെ നമുക്കൊന്ന് സംഗ്രഹിക്കാം. 2 അതിസംഖ്യകളുടെ തുകയുടെ വർഗം, 2 അതിസംഖ്യകളുടെ തുകയുടെ വർഗം സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയുടെ കൂടെ അവയുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഒരിക്കൽ കൂടി, 2 അതിസംഖ്യകളുടെ തുകയുടെ വർഗം സംഖ്യകളുടെ വർഗങ്ങളോടുകൂടി അവയുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ദി സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ആഡഡ് ടു ട്വൈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പ്രവർത്തനം നടത്തിയായിരുന്നല്ലോ. 2 സംഖ്യയുടെ വർഗങ്ങളുടെ തുകയും തുകയുടെ വർഗവും, ഇത് രണ്ടും നമ്മൾ കണ്ടെത്തിയായിരുന്നു. ആ 2 സ്റ്റെപ്പിലും നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ തുല്യമായില്ല അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ചെയ്ത ചോദ്യമാണ് 7 അധികം 3ൻ്റെ വർഗം 7ൻ്റെ വർഗം അധികം 3ൻ്റെ വർഗം. 7 അധികം 3ൻ്റെ വർഗം 10 അല്ലെങ്കിൽ 10ൻ്റെ വർഗം 100. രണ്ടാമത് ചെയ്തു 7ൻ്റെ വർഗം അധികം 3ൻ്റെ വർഗം 49 അധികം 9 = 58. അപ്പോൾ ഇവിടെ 100ലേക്ക് എത്താൻ നമ്മളിവിടെ 58 എത്തിയുള്ളൂ. ഒരു 42ൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ 42 കൂടെ ഇവിടെ ചേർത്ത് വെച്ചാൽ ഈ തുകയ്ക്ക് തുല്യമാകും. അപ്പോൾ 42 എന്ന സംഖ്യ ഈ 7ഉം 3ഉമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കിയാലോ. 7ൻ്റെയും 3ൻ്റെയും ഗുണനഫലത്തോട് 2 മടങ്ങെടുത്താൽ 7ൻ്റെയും 3ൻ്റെയും ഗുണനഫലം 21, അതിൻ്റെ 2 മടങ്ങെടുക്കുമ്പോൾ 42. 42 കൂടി 58ൻ്റെ കൂടെ കൂട്ടുമ്പോൾ ആ തുകകൾ എന്തായി മാറുന്നു? തുല്യമായി മാറും. അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അധികം വൈ സ്ക്വയർ അല്ല, പകരം എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അധികം വൈ സ്ക്വയർ അധികം 2xy. തുകയുടെ വർഗം, സംഖ്യയുടെ തുകയുടെ വർഗം എന്ന് പറയുന്നത് വർഗങ്ങളുടെ തുകയുടെ കൂടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ് കൂട്ടുന്നതാണ്. അപ്പോൾ ഈ ആശയം ഒന്ന് ഉറപ്പിക്കുന്ന ചില കണക്കുകളിലേക്ക് നമുക്ക് വരാം. 52ൻ്റെ സ്ക്വയർ നമുക്ക് ഈ രീതിയിലൊന്ന് കണ്ടാലോ. 52ൻ്റെ വർഗം എങ്ങനെ കാണാം? 52നെ 50 അധികം 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ 50, അതിൻ്റെ വർഗം, അതിൻ്റെ കൂടെ രണ്ടാമത്തെ സംഖ്യയുടെ വർഗം 2ൻ്റെ വർഗം, അതിൻ്റെ കൂടെ ഈ 2 സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ്, ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ് 2 ഗുണം 50 ഗുണം 2. 50ൻ്റെ സ്ക്വയർ 2500 അധികം 2ൻ്റെ വർഗം 4 അധികം 2 ഗുണം 50 100, 100 ഗുണം 2 200.
ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 2500 200 അധികം 4 2704 എന്ന്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 20 അരയുടെ വർഗ്ഗം കാണുക. 20 അരയുടെ വർഗ്ഗം കാണുക. 20 അരയുടെ ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് 20½ 20 അരയുടെ വർഗ്ഗം കാണുക. അപ്പോൾ 20 അര എന്ന് പറയുന്ന സംഖ്യയെ രണ്ട് സംഖ്യകളുടെ തുകയായി എഴുതുക. 20 അരയെ നമുക്ക് എങ്ങനെ എഴുതാം? 20 അധികം അര. നോക്കിക്കേ, 20 അധികം അരയുടെ വർഗ്ഗം കാണുക അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 20 ആണ്. 20ൻ്റെ വർഗ്ഗം അധികം രണ്ടാമത്തെ സംഖ്യ അര, അരയുടെ വർഗ്ഗം കാണുക. ഇനിയോ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തെ 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ അവയുടെ ഇരട്ടി കാണുക. അപ്പോൾ 2 ഗുണം 20 ഗുണം 2/1. ഒന്നാമത്തെ സംഖ്യയുടെ വർഗ്ഗം രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗം ഈ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ്. സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ്. 20ൻ്റെ വർഗ്ഗം 400, 2/1 വർഗ്ഗം 4/1, 2 ഗുണം 20 ഗുണം 2/1 സമം 20. എല്ലാം കൂടെ കൂട്ടിയാലോ? 420 4/1. അപ്പോൾ 20 അരയുടെ വർഗ്ഗം 420 4/1 എന്ന് ലഭിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 കണക്കുകൾ ചെയ്തു നോക്കുക. ചോദ്യം സ്ക്രീനിൽ ശ്രദ്ധിക്കുക. പുസ്തകത്തിൽ ഇതിനെ തുടർന്ന് കുറച്ചുകൂടെ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൂട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായത്തോടു കൂടി ആ ചോദ്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.